ഹലോ. അപ്പോൾ സബ്ദഗിരീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ എൻ്റെ കയ്യിലൊരു സംഭവമുണ്ട്. ഞാൻ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഹലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനെ ബീട്രൂട്ട് ഹലുവ. നമുക്കതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ നല്ല വലിയ ബീട്രൂട്ട് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. ഇതിലേറെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മളിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിൽ വേവിച്ചെടുക്കാനാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് കുക്കറിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഞാൻ. അപ്പോൾ അതൊരു 3 വിസിലടിച്ച് നമ്മുടെ ബീട്രൂട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാൻ ശേഷം നമുക്കത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഈ വെള്ളത്തോടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ വെള്ളം ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ ചൂടാക്കി വെള്ളം ഉണ്ടാവുമല്ലോ, ചൂടാറിയ വെള്ളം അതൊഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അതിനുശേഷം നമുക്കിതുപോലെ വലിയ കണ്ണിയുള്ള അരിപ്പയിൽ കൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോഴും ഇതുപോലെ നമ്മുടെ മിക്സിയിൽ ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും ഒഴിച്ചു കൊടുക്കാം. ഇത് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കുന്നതിൽ നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ നമ്മൾ ജാറിൽ ഇളക്കിയെടുക്കുമ്പോൾ നമ്മൾ വെള്ളം കൂടി പോകണ്ട. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കുറേ സമയം നമ്മളിത് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിലോട്ടൊരു 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഹലുവയാകുമ്പോൾ എന്തായാലും കുറച്ച് മധുരം മുന്നോട്ട് നിൽക്കണമല്ലോ. അപ്പോൾ അത് അവനവൻ്റെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഇത് നേരെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ. കുറച്ച് സമയം കഴിഞ്ഞ ശേഷം നമുക്കത് ലോവിലോട്ട് മാറ്റാം. ഏകദേശം അത് ഒരു തിളച്ച് കുറുകി വരുന്നുണ്ട് നമ്മുടെ ബീറ്റ്റൂട്ട്. നമുക്കിനി ഇതിലേക്കൊരു 2-3 ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കണം. ഞാനത് ഇട്ടത് പക്ഷേ അതിന് ശേഷം വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ കറുകപ്പട്ടയും ഏലക്കയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞ് ഇത് കുറുകി വരുമ്പോൾ നമുക്ക് ഈ ഏലക്കയുടെ തോലൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു 2.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറാണ്. അത് നമുക്ക് കുറച്ച് ഇതേപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പൊടി ഇതുപോലെ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകെ കട്ട കുത്തി അത് മിക്സായി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ വേറെ ബൗളിൽ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഇത് ചൂടൊക്കെ തട്ടും പെട്ടെന്ന് കട്ടയായി പോവും. ഇത് നമ്മൾ ഒരു കൈ കൊണ്ട് ഒഴിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. കണ്ടില്ല, ഒട്ടും കട്ട കുത്തിയിട്ടില്ല. നമ്മളത് ഒഴിക്കുമ്പോൾ തന്നെ ഇളക്കുന്നതുകൊണ്ട്. പിന്നെ മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നേരിട്ട് നമ്മൾ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. ഇനി ഞാനിതിലോട്ട് 1 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറല്ല, ഞാൻ ഗീ ആട്ടോ ഇട്ട് കൊടുത്തത്. നമുക്കിത് കുറുകി വരുന്നതനുസരിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗീ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഏകദേശം കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പറ്റ ലോ ഫ്ലെയിമിലാക്കി വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഞാൻ അതിലേക്ക് ഇപ്പോൾ ഒരു 1/2 കപ്പോളം ഗീ എടുത്തിട്ടുണ്ടായിരുന്നു. സ്പൂൺ അളവ് പറയുകയാണെങ്കിൽ നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ അത്രേ ആവശ്യം വന്നിട്ടുള്ളൂ. അത് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ടീസ്പൂൺ കണക്കിന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഹലുവ അതാ കളറൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ ആ ചൊവയോ ഒന്നും വരില്ല. സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതുപോലെ ചെയ്യുമ്പോൾ ഇതുപോലെ തിക്കായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം കുറച്ചുകൂടി ഇതേപോലെ കോൺഫ്ലവർ എടുത്ത് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഈ ഹലുവ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേപോലെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്നൊരു മോൾഡാട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ചോറും അങ്ങനെ എന്ത് പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്റ്റീലിൻ്റെയോ അങ്ങനെ ഇന്നൊന്നും എടുക്കണം എന്നൊന്നുമില്ല. ഏത് പാത്രമാണോ അതിൽ ഇതേപോലെ കുറച്ച് ഗീ തൂകി എടുക്കുക കേട്ടോ. നമുക്കതിന് അതിലേക്ക് കുറച്ച് ഞാൻ കാഷ്യൂനട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മോൾഡിലോട്ട് മാറ്റാം. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മൈദേൻ്റെ പിന്നെ ഹലുവ പോലെ അത്ര കട്ടി ഉണ്ടാവില്ല, കുറച്ച് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്.
ഇതിപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം. നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത ശേഷം ഞാനൊന്ന് പുറത്തെടുത്ത് വെച്ചതാണ്. നല്ല കട്ടിയൊക്കെ ആയിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. എന്നാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഒരു അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.